പ്രേസ് ലോർഡ് ദേവനാഥുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖവും ശുഭമായിരിക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നു. ഹാലലിയ. ദൈവവചനത്തിൽ ഹാലലിയ നാം എങ്ങനെ ഹാലലിയ അലേർട്ട് ആയിരിക്കണം, ഹാലലിയ നാം എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഹാലലിയ. അവയെപ്പറ്റി ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ ദൈവം അതിനായി നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ആവർത്തന പുസ്തകം ഹാലലിയ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്. സ്തോത്രം. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ ആ ജീവിതകാലത്ത് ദൈവം നിനക്ക് ചെയ്തിട്ടുള്ള അനേക അത്ഭുതങ്ങൾ. ഇത് ഇസ്രായേലിനോടാണ് പറഞ്ഞത്. അവരെ പകൽ മേഘസ്തംഭമായി രാത്രി അത്തിത്തുണായി ഹലലി കർത്താവ് ഹലലിയ സ്തോത്രം അവരെ വിടുവിച്ച് കൊണ്ടുവന്നു. അവർ അനേക അത്ഭുതങ്ങൾ കണ്ടു. മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തു. സ്തോത്രം. ഹലലി ചെങ്കടലിനെ പിടർന്നു. അനേക അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്. അവരോടാണ് പറയുന്നത്, സ്തോത്രം, നിന്റെ കണ്ണാലെ കണ്ട കാര്യങ്ങൾ നീ മറക്കാതിരിക്കണം. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും അവയെ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഹലലിയ ഇരിപ്പാൻ മാത്രം നീ സൂക്ഷിച്ചു കൊള്ളണം. അതുപോലെ തന്നെ നിന്റെ മക്കളോടും മക്കളോടും നമ്മൾ അത് ഉപദേശിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുതിയ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ സുന്ദരക്ഷിതാവായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല കാലം വരുമ്പോൾ അല്ലെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറന്നു പോകാതെ അവയെ സൂക്ഷിക്കുകയും അതേ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ നമ്മൾ അനുഭവിച്ച ഈ ഹാലലിയ വചനം നമ്മൾ അനുസരിച്ച് ഈ സ്തോത്രം സുവിശേഷം നമ്മുടെ മക്കളോടും നമ്മുടെ കൊച്ചുമക്കളോടും പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. അതുപോലെ തന്നെ സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത്. അപ്പം ദൈവവചനത്തെ നീ എന്തോ ചെയ്യണം? വളരെ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തിൽ അതിനെ സൂക്ഷിക്കണം. നിത്യജീവന്റെ ഉറവ അല്ലെങ്കിൽ അതിൽ നിന്നാകുന്നു. അപ്പം നമ്മൾ കേൾക്കുന്ന വചനം, വേദപുസ്തകം വായിച്ച് ഹല്ലേലൂയ നമ്മൾ ധ്യാനിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്യങ്ങൾ ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മളെപ്പോഴും ഉണർന്നിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണർന്നിരിക്കാൻ, ആത്മീയമായി ഉണർന്നിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാരെ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. അവരോട് യേശു തന്നെ പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. എന്നാൽ യേശു കൂടെ ഉണ്ടായിട്ട് പോലും യേശു പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ അവർ ഉറങ്ങുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫിസിക്കലി ജീസസ് നമ്മുടെ കൂടെ ഇല്ല. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ എത്രമാത്രം ഹല്ലേലൂയ ആത്മീയമായി ഉറങ്ങിപ്പോകുവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ ഇന്നത്തെ ഹല്ലേലൂയ ജനറേഷനിൽ ഹല്ലേലൂയ ഈ മീഡിയ അഡിഷൻ ഇവയൊക്കെയും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഹല്ലേലൂയ ഉറക്കിക്കളയുവാൻ ചാൻസ് ഉണ്ട്. ദൈവവചനം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ദിവസം ദിവസം കർത്താവ് ഏത് സമയം വേണമെങ്കിലും വരാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അതുകൊണ്ട് ഏത് ദിനത്തിലാണ് നമ്മുടെ മരണമെന്നോ യേശു എന്നാ വരുന്നതെന്നോ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയം എന്ത് ചെയ്യണം? ആത്മീയമായി നമ്മൾ ഉണർന്നിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ അത് ഉണർന്ന് ഹല്ലേലൂയ കർത്താവിന് വരവിന് വേണ്ടി ഉണർന്നിരിപ്പാൻ ദൈവം നമ്മളെ ഉപദേശിക്കുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനതയും അത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷണങ്ങൾ വരെ എന്ത് പരീക്ഷണമാണ് വരുന്നത്? പാവം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവകൃപയിൽ നഷ്ടപ്പെട്ടു പോകാൻ പാവം ചെയ്യിക്കാൻ ടെംപ്ടേഷൻസ് ഹല്ലേലൂയ നമ്മളെ കൊണ്ട് പല വിധത്തിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രതാപങ്ങൾ, അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം അനേക പാവങ്ങൾ ഹല്ലേലൂയ നമ്മളാരും കൊല്ലുന്നില്ലായിരിക്കും. പക്ഷെ നാക്കുകൊണ്ട് കൊല്ലുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, അനേക ഹല്ലേലൂയ സ്തോത്രം കരുണയില്ലായ്മ, അങ്ങനെ പല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഹല്ലേലൂയ. ഇതൊക്കെ ടെംപ്ടേഷനായിട്ട് വരും. നമ്മളിന്ന് തീരുമാനിക്കുകയാണ് സ്തോത്രം നീ ദിവസം ഒത്തിരി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുമെന്ന് നീ തീരുമാനിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കോ അല്ലെങ്കിൽ ഹല്ലേലൂയ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ആ ടെംപ്ടേഷനുകളെ ഹല്ലേലൂയ പരീക്ഷണങ്ങളെ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയുവാൻ ഹല്ലേലൂയ യേശുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിറുപിറുപ്പിൻ്റെ അനുഭവങ്ങൾ, നമുക്ക് നിരാശകൾ കൊണ്ടുവന്ന് ദൈവത്തിനെതിരായി ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം പരീക്ഷണങ്ങൾ കടന്നു വരാം. അപ്പോൾ അതിനെ ജയിക്കുവാൻ നാം എന്ത് ചെയ്യണം? നാം ഉണർന്നിരിക്കണം. നമ്മുടെ ജഡമെന്തോ ബലഹീനം അത്രേ. ജഡത്തിന് എപ്പോഴും വേൾഡ്ലി കാര്യത്തിലോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ്
താല്പര്യം. അതുകൊണ്ട് അകത്തെ മനുഷ്യനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നാം ഹല്ലേലൂയ സ്തോത്രം ഉണർന്നിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നീതിക്ക് ഹല്ലേലൂയ നിർമ്മതരായി ഉണർന്നിരിപ്പീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങളോട് ലജ്ജയ്ക്കായി പറയുന്നു. അപ്പം നീതിക്ക് വേണ്ടി നിർമ്മതരായി ഉണർന്നിരിപ്പീൻ, പാവം ചെയ്യാതിരിപ്പിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാവ സ്വഭാവങ്ങൾ കടന്നു വരാം. നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ മുന്നേറുന്നു എങ്കിൽ തന്നെയും നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മൾ മണ്ണും കൊണ്ടുള്ളവരാണ്. ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ ഫ്ലഷിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പോൾ നമുക്ക് പാവം ചെയ്യുവാനുള്ള എല്ലാ ചാൻസും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ നാം നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. അപ്പോൾ ഉണർന്നിരിക്കണം, ആത്മീയമായി ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മുടെ വിശ്വാസം പോയി പോകുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് പോയി പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ വചനം നമ്മളെ ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ പുരുഷത്വം കാണിക്കണം. ഹല്ലേലൂയ. പരാക്രമശാലിയായ ഗിദെയോനെ പറ്റി വേദോസത്തിൽ പറയുന്നു, ശത്രു അവൻ്റെ ഉള്ളത് ഹല്ലേലൂയ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഗോതമ്പ് കൊയ്യേണ്ട സ്ഥലത്ത് ഹല്ലേലൂയ അവൻ മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് ഹല്ലേലൂയ അവൻ ഗോതമ്പ് ഹല്ലേലൂയ കൊയ്യുന്ന അനുഭവം. ആ സാഹചര്യങ്ങളെ പ്രതികൂലങ്ങൾ അവസ്ഥയിലും അവന് വേണ്ടുന്നത് ചെയ്യുവാൻ തയ്യാറായ ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവമക്കൾക്ക് ഹല്ലേലൂയ വളരെ പ്രതികൂലമുണ്ട്. വചനം പറയുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിന് പ്രകാരം ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയും വിശ്വാസത്തിൽ നിലനിന്ന് നമ്മളെ ഹല്ലേലൂയ പുരുഷത്വം കാണിച്ച് വഴക്കുണ്ടാക്കാൻ പോകാനല്ല, പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ശക്തിപ്പെടണം, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തേക്ക് വരണം. നമ്മൾ ഹല്ലേലൂയ ഫിസിക്കലി ഇന്ന് എല്ലാവരെയും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഹല്ലേലൂയ ഹെൽത്തിയായി ജീവിക്കാമെന്ന് നമ്മൾ എല്ലാവരും ഹല്ലേലൂയ ചിന്തിച്ച് നോക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങനെ ആത്മീയമായി ഹെൽത്തി ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മീയമായി ഹെൽത്തി ആയിരിക്കാൻ തക്കവണ്ണം ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 13:5 പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. അപ്പം നമ്മൾ നോക്കണ കാര്യം എന്താ പറയുക, നമ്മൾ ഹല്ലേലൂയ വിശ്വാസത്തിലാണോ ഇരിക്കുന്നേ? നമുക്കറിയാം ഈ ഫാൻ ഹല്ലേലൂയ സ്തോത്രം സ്വിച്ച് ഓൺ ചെയ്താൽ അത് നല്ലവണ്ണം കറങ്ങും, അത് ഓഫ് ചെയ്താലും കുറച്ചു നേരം അത് കറങ്ങും. സ്തോത്രം. അതുപോലെയാണ് നമ്മൾ വിശ്വാസമില്ല നമ്മൾ പറയുന്നു, നമ്മൾ വിശ്വാസിയാന്ന് പറയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഓൾറെഡി നഷ്ടപ്പെട്ടുണ്ടാകും. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ സ്തോത്രം വിശ്വാസത്തിലാണോ ഇരിക്കുന്നതെന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു സുബോധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. പലരും ആത്മീയ ജീവിതത്തിൽ ഇറങ്ങി ഹല്ലേലൂയ സ്തോത്രം വളരെ ഹല്ലേലൂയ സ്തോത്രം വീര്യം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തു. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, വചനം വായിക്കുന്നവരായിരുന്നു, സുവിശേഷം പറയുന്നവരായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നവരായിരുന്നു, രോഗികൾ സൗഖ്യമാക്കുന്നു. എന്നാൽ പലരെയും ഇന്ന് ലോകത്ത് നമുക്ക് കാണാനില്ല. അവർ ജീവനോട് ഇരിക്കുന്നെങ്കിൽ തന്നെ വിശ്വാസത്തിന് പോയി അതുപോലെ നാം ഉറങ്ങിപ്പോകാതെ ഹല്ലേലൂയ നാം എപ്പോഴും ഉണർന്നും സുബോധമായിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഹല്ലേലൂയ അടിയുറച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. എല്ലാവർക്കും അറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി സംസാരിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തോട് നാം സംസാരിക്കുന്നുവെങ്കിൽ പാവം ചെയ്യുവാൻ ചാൻസ് കുറവാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പടച്ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. അതായത് സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നാം ക്രിസ്തുവിൻ്റെ പടയാളികളായിരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ നാം വളരെ അലേർട്ടായിരിക്കണം. ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ ആ കാര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വളരെ ഡിസിപ്ലിനായി വളരെ ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ കാര്യങ്ങൾ വചനം എന്താണോ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും. നാം ദൈവത്തിന് കീഴടങ്ങുന്നവരായിരിക്കണം. പലപ്പോഴും ഞാനെന്ന പാവം അല്ലെ എൻ്റെ പവർ കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ പഠിത്തം കൊണ്ട് ഞാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്ന് പറയാതെ ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ മനസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് കുഴപ്പമില്ലായിരുന്നു, വണ്ടി ഓടിച്ചിട്ട് ആരും ഓണമൊന്നും അടിച്ചില്ല എന്ന് കുറേ വന്ന്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ഞാൻ നന്നായി ഓടിച്ചെന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ.
ജസ്റ്റ് ടേൺ ചെയ്തപ്പോൾ ഹാലലിയ ഞാൻ വണ്ടി ഹാലലിയ സ്തോത്രം സൈഡിലുള്ള ഭാരപ്പെട്ടിലൂടെ കയറുവാനിടയായിരുന്നു. അപ്പം തന്നെ ഞാൻ മനസ്സ് വിചാരിച്ചു, ദൈവമേ, ഐ ഹംബിൾ മൈസെൽഫ് ഹാലലിയ. കർത്താവിൻ്റെ കൃപയാലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തത്, എൻ്റെ കഴിവല്ലെന്ന് പറയുന്നത്. ഹാലലിയ നമ്മളെ ഹാലലിയ ഹംബിളാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായിട്ടും നമുക്കൊന്നും പുകഴുവാനില്ല. നാം ഏതെങ്കിലും കാര്യത്തിൽ നാം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ ഹാലലിയ ദൈവം നമ്മളെ ഓർപ്പിക്കും, കുഞ്ഞെ, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിച്ചത് കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്തത്. ഹാലലിയ എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ അതുപോലെ തന്നെ ഹാലലിയ സ്തോത്രം 1 പത്രോസ് 4 അധ്യായം 7 വാക്യത്തിൽ പറയുന്നു, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി നിർമ്മതരായിരിക്കും. ഹല്ലേലൂയ നമുക്ക് സുബോധം ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അനേക കാര്യങ്ങൾ അവിടെ ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, എനിക്ക് ഇന്നത് തരണം. തരുന്നത് നമുക്ക് ദൈവത്തോട് പറയാം, എന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്നും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ദൈവമേ, നിന്റെ ഹിതമെങ്കിൽ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, നിന്റെ അപ്പന് ഇഷ്ടമാണെങ്കിൽ അതെനിക്ക് നന്നാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ ദൈവമേ എനിക്കത് തരുവാൻ, അതെനിക്ക് നന്മയായി തീരുവാൻ, നിന്റെ നാമ മഹത്വത്തിനായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ശീലിക്കാം. ഹല്ലേലൂയ സ്തോത്ര. ദിവസങ്ങളിൽ വളരെ കാര്യങ്ങളിൽ നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിച്ച് കളയാൻ ഹല്ലേലൂയ ശത്രുവായൻ പല രീതിയിൽ കടന്നു വരും. അവിടെയെല്ലാം നമ്മൾ അലേർട്ടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ 1 പത്രോസ് 5 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയാ പിശാച അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നാം വളരെ വിജിലന്റ് ആയിരിക്കണം. പിശാചിന് നമുക്കറിയാലോ, സാത്താൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ഒരു ഹല്ലേലൂയ ഏഞ്ചലായിരുന്നു സ്തോത്രം. അവൻ വിചാരിച്ചു ഞാൻ ദൈവത്തെക്കാൾ വലുതാകും, അവനെ ദൈവം അവൻ വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ അവന് ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ നമുക്ക് ആ വലിയ ഭാഗ്യപദവി ലഭിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോടായിരിക്കാൻ നിത്യജീവൻ നമുക്ക് തരും. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ മുന്നേറുന്നത് പിശാചിന് ഇഷ്ടമല്ല. അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നീ ദൈവത്തെ തള്ളി പറയണം, നീ യേശുവിനെ പോലെ ആകരുത്, നീ നിത്യജീവനെ കടക്കരുത്. അതുകൊണ്ട് അതാണ് അവന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് അവനിങ്ങനെ ഊടാടി സഞ്ചരിക്കും. ഒരു ദൈവം എന്നെ പ്രാർത്ഥന നശിപ്പിക്കണം, അവളെ എങ്ങനെ ഹല്ലേലൂയ സ്തോത്ര ദൈവസ്നേഹത്തിന് ഇല്ലാതാക്കണം, അവിടെ വിശ്വാസം എങ്ങനെ കുറയ്ക്കണം, അവളെ എങ്ങനെ പിറുപിറുക്കുന്നവളാക്കി തീർക്കണം. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിക്കരുത്, അവൾ വചനം വായിക്കരുത്, അവൾ ദൈവത്തെ ആരാധിക്കരുത്, ദൈവത്തെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ ഹല്ലേലൂയ ചുറ്റാടി നടക്കുമ്പോൾ നാം വചനത്തിൽ വേരൂന്നി നമ്മൾ ഉണർന്നിരിപ്പാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 3 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, അത് ഏത് നാഴികയ്ക്കും നിന്റെ മേൽ വരുമെന്ന് നീ ഹല്ലേലൂയ അറിയുകയുമില്ല. സ്തോത്രം. കർത്താവ് പറയാ, നാം പ്രാപിച്ച ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം നാം കേൾക്കുകയും ഹല്ലേലൂയ അത് ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് നമ്മളതിനെ സൂക്ഷിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപകളെ സൂക്ഷിക്കുവാൻ, കൃപാവരങ്ങളെ സൂക്ഷിക്കുവാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിലുള്ള വെളിപ്പാടിനെ സൂക്ഷിക്കുവാൻ നമുക്ക് വളരെ കടപ്പാടുണ്ട്. സ്തോത്രം. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ സ്തോത്ര കർത്താവിന്റെ സന്നിധിയിൽ ഉണർന്നിരിപ്പാൻ ഹല്ലേലൂയ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഉണരാതിരുന്നാൽ കള്ളനെ പോലെ, നമുക്ക് കള്ളൻ പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്, ഞാൻ ഇന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരുന്നെന്ന്. ഹല്ലേലൂയ സ്തോത്ര. അതിന്റെ അർത്ഥം ഹല്ലേലൂയ ഏത് സമയമാണെന്ന് നിനക്ക് അറിയത്തില്ല. ആ സമയത്ത് ക്രിസ്തു വരാം. നാം മാനസാന്തരപ്പെടാതിരുന്നാൽ, നാം ഉണരാതിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ നിത്യജീവനെ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 16:15 പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ഹല്ലേലൂയ ലജ്ജ മാറുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന ഈ നിത്യജീവന്റെ ഉടുപ്പ് ഹല്ലേലൂയ മലിനമാകാതെ ഹല്ലേലൂയ വിശുദ്ധിയുടെ ഹല്ലേലൂയ സ്തോത്രം തലത്തിലേക്ക് മുന്നേറുവാൻ, പാപം ചെയ്യാതെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഹല്ലേലൂയ വളരെ വിജിലൻ്റായി, വളരെ അലേർട്ടായി ഹല്ലേലൂയ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ സൂക്ഷിക്കണം. ഞാനാണ് സൂക്ഷിക്കേണ്ടത്, അത് വേറൊരാൾക്കും ഹല്ലേലൂയ വന്ന് സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ സൂക്ഷിക്കണം. ഞാനത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നന്നായി ഹല്ലേലൂയ നിത്യജീവനെ പ്രാപിക്കത്തക്ക വിധം ഓടുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം ദൈവം ശക്തീകരിക്കും. നമുക്ക് ആ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം ഓടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.